ഹായ് മക്കളെ, നമ്മുടെ നീറ്റിൻ്റെയും ജെയുടെയും റിപ്പീറ്റർ ബാച്ചും അതേപോലെ തന്നെ റിപ്പീറ്റർ ക്യാമ്പസൊക്കെ അനൗൺസ് ചെയ്തത് മുതലേ ഒത്തിരി കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് ചോദിക്കാറുണ്ട് സാറേ സ്കോളർഷിപ്പ് ഉണ്ടാവുമോ എന്നുള്ളത്. അതേ മക്കളെ, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് ആൻഡ് ആ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം എന്ന് മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾ നീറ്റും ജെയൊന്നും റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഒത്തിരി കുട്ടികൾ എസ്പെഷ്യലി ഫുൾ മാർക്കൊക്കെ +1 ഫുൾ മാർക്കൊക്കെ വാങ്ങി ഒത്തിരി കുട്ടികൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ സ്കോളർഷിപ്പ് കിട്ടില്ല എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്, നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തു തരും, ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾ സ്കോളർഷിപ്പ് കിട്ടൂല അല്ലെ കിട്ടില്ല എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളും സ്കോളർഷിപ്പിൻ്റെ പരിധിയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതെന്താണ്, ഓൺലൈനും ഓഫ്ലൈനും കുട്ടികൾക്ക് ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ ഫസ്റ്റ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15 മുതൽ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ജെഇ മെയിൻസിനും ജെഇ അഡ്വാൻസിനും എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ബാച്ചസ് ആണ് ഉണ്ടാവുക. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് 240, അതായത് +1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 80 മാർക്ക് വെച്ച് 3 സബ്ജക്റ്റിലും കൂടെ 240-ൽ 230 അതിനേക്കാൾ കൂടുതലോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ജെഇ അഡ്വാൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഇനിയിപ്പം ഇൻ കേസ് ആ മാർക്കില്ല എന്നാലും അഡ്വാൻസ് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പല സ്റ്റേജുകളിലായിട്ട് ഫിൽട്ടർ ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും. അതായത് നിങ്ങൾ ക്യാമ്പസിൽ വന്ന ഉടനെ എന്ത് ചെയ്യും, നമ്മളൊരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം, നിങ്ങൾ അഡ്വാൻസിലേക്ക് എത്തും. പിന്നെന്താ, ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഠിപ്പിച്ച പോർഷൻ വെച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഡ്വാൻസ് ബാച്ചിലേക്ക് മാറാവുന്നതാണ് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. അതേപോലെ തന്നെ CBSE സ്റ്റുഡൻസിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ ഈ സ്കോളർഷിപ്പ് മുഴുവൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങളുടെ +1 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ CBSE കുട്ടികൾക്ക് +1 ബോർഡ് എക്സാം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ +2 മാർക്ക് പരിഗണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ സ്കോളർഷിപ്പ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഏറ്റവും അവസാനമായിട്ട്, സീറ്റുകൾ വളരെ വളരെ വേഗത്തിൽ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ആകെ ഇത്തവണ 2000 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 2000 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് എന്തുണ്ടാവില്ല, നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസും കേട്ടതിന് ശേഷം താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ സ്കോളർഷിപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയാണ്, CBSEയുടേതല്ല ഇത്, സ്റ്റേറ്റ് ബോർഡിൽ നിങ്ങളുടെ +1 മാർക്ക്, അത് ആഫ്റ്റർ ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നീറ്റാണ് നോക്കുന്നെങ്കിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 240, അതായത് ഓരോ സബ്ജക്റ്റിലും 80 എത്ര മാർക്ക് ഉണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം 80ൻ്റെ 3 240 നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, 240 ഉണ്ട്, നിങ്ങൾക്ക് 100% ട്യൂഷൻ ഫീയുടെ സ്കോളർഷിപ്പാണ്. അതേപോലെ തന്നെ 239 ആണെങ്കിൽ 90%, 238 ആണെങ്കിൽ 75%. ഇനി ഇൻ കേസ് ജെഇ മെയിൻസും അതേപോലെ തന്നെ ജെഇ അഡ്വാൻസ് ആണെങ്കിൽ എന്താ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സിന് ബയോളജിക്ക് പകരം മാത്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. സ്കോളർഷിപ്പ് എമൗണ്ട് ഒക്കെ ഇത് സെയിം ആണ്. അങ്ങനെ 230 മുതൽ 235 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് 20%, 220 മാർക്കിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് 10% എന്താണ് സ്കോളർഷിപ്പ് ഉണ്ടാവുന്നതായിരിക്കും ട്യൂഷൻ ഫീയുടെ മുകളിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കമൻറ്റിൽ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്യുമ്പോഴും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മാത്സിലെയും മാർക്ക് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 80 മാർക്കായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ കൊടുക്കണം, +1 റോൾ നമ്പർ നിങ്ങൾ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. കാരണം ഞങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ സ്കോളർഷിപ്പിലേക്ക് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് വിളിച്ചു പറയും. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെറിയൊരു അഡ്മിഷൻ ഫീ കൊടുത്തിട്ട് നിങ്ങളെ സീറ്റ്സ് ബ്ലോക്ക് ചെയ്യാം. ബാക്കി ഫീയും കാര്യങ്ങളൊക്കെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ തന്നാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഒരിക്കൽ കൂടെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളാണ്, ഇതിലും ബെസ്റ്റ് ഒരു റിപ്പീറ്റർ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അതിൻ്റെ ആദ്യത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു മാർക്കുണ്ട്. ആ മാർക്കിനേക്കാൾ മിനിമം 50 മാർക്ക് എഡ്യൂപോർട്ടിൻ്റെ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ
ഞങ്ങൾ എൻഷുർ ചെയ്യുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം വിത്ത് സ്കോളർഷിപ്പ്. ശരി.